ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ഗോരഖ്പൂരുള്ള ക്രൂയിസ് ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് ഇതാ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിതാ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ദേ ഇവിടെ തടാകത്തിൻ്റെ അടുത്തെത്തി. ഇനി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അവിടെ നല്ല രസമല്ലേ, വെള്ളം അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണതാണ്. വഞ്ചിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം അങ്ങനെ സ്പ്രിങ്കിൾ ആവുന്നുണ്ട്. പിന്നെ സ്പീഡ് ബോട്ടുകൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടുകൾ നല്ല രസമുണ്ട് കാണാൻ. ഇതാ പിന്നെ അങ്ങേ അറ്റത്ത് ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇനി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോകണം. ഇവിടെ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ സ്റ്റോൾ പോലെ. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിനിയും കുറച്ചും കൂടെ ഏരിയ നടന്നു പോകാനുണ്ട്, എന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാം നമുക്ക്. സണ്ണി വീഡിയോക്കെ അവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ നല്ല ഉറക്ക മ്യൂസിക് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഞങ്ങളിതേ പോകുന്ന വഴിക്ക് സണ്ണിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് വഴിയിലിങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുവിധം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലിൽ നിന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിക്കുന്നതാ. നമ്മൾ വന്ന കറക്റ്റ് സമയം. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്ന സമയത്ത് അവിടെ ആ ഒരു ടൈമിൽ ഒരു ഫ്രീ എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ താഴെ റെസ്റ്റോറൻറ്റും മുകളിൽ ക്ലബ്ബും ആയിട്ട്. അപ്പോൾ നമുക്ക് ഫ്രീ എൻട്രിയിൽ ജസ്റ്റ് ഇങ്ങനെ കയറി കാണുകയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഉള്ളിലേക്ക് കിടക്കണം. അപ്പം അങ്ങനെ ജസ്റ്റ് ഉള്ളിൽ കയറി ഒന്ന് ചെറുതായിട്ട് കണ്ടു. അതിനുശേഷം ഞങ്ങളിതാ വീണ്ടും ഇതിൻ്റെ പുറത്തേക്കോടെയൊക്കെ ഇങ്ങനെ പോരണം കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇതവിടെ ഒരു സ്പീഡ് ബോട്ട് പോകണമെങ്കിൽ ഉണ്ടോ. ഇവിടെ വെള്ളത്തിൽക്കൂടെ താറാവുകൾ പോകണതാണ് കേട്ടോ. അപ്പോൾ വാത്തയാണോന്നും ഡൗട്ടുണ്ട്. വൈറ്റ് കളറും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ വേറെയും പിങ്ക് പോലത്തെ കളർ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. താറാവാണോ വാത്തയാണോന്ന് എക്സാക്ട്ലി മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് തോന്നുന്നത് താറാവെന്നാ, അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ചു നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നു കേട്ടോ. ഇവിടെ പട്ടിക്കുട്ടികളെ വെച്ചേക്കണൊക്കെ നല്ല രസമുണ്ട്. തല കിടന്ന് ആടുന്നു ഉണ്ടോ, ചെറുതായിട്ട് തല ആടുന്നുണ്ട്. ഇതാ ഇവിടെ ഒരെണ്ണത്തിൻ്റെ ആടുന്നുണ്ടോ, ബ്ലാക്ക്. ഇവിടെ ചവിട്ടി ഡോർമാറ്റ്. ഇനി നമുക്കിങ്ങനെ കുറച്ച് ഏരിയയും കൂടെ പോകാനുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ സാധനങ്ങൾ വെച്ചിരിക്കുക വിൽക്കാനായിട്ട്. ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ, ഈ സൈഡിലുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ തിന്നാനും അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതാ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. നമുക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോൾ ഞങ്ങൾക്കുള്ള ബോട്ടിംഗ് എന്ന് പറയുന്നത് പിന്നെ ഒരു 1 hour കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ടൈമുണ്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നടക്കാനായിട്ട്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അതുണ്ടാക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഓരോ ഐറ്റമായിട്ട് ഞങ്ങൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ 5 പേരും. ഞങ്ങളവിടെ നിന്ന് പാനിപൂരി, ദഹിവട, ദഹി ബത്താഷ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് എല്ലാവരും വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടോ. അവർക്ക് ചില ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തായാലും വാങ്ങിയതെല്ലാം നമ്മൾ കഴിച്ച് അപ്പോഴേക്കും നമുക്ക് പിന്നെ ബോട്ടിങ്ങിന് പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ബോട്ടിങ്ങിനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഐസ്ക്രീംകാരൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടിത്തിരി നേരം ഒന്ന് ആസ്വദിച്ചൊക്കെ നിന്നു. അതിനുശേഷം ഇതാ ബോട്ടിങ്ങിനായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളിതാ 1-2 ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ടിക്കറ്റൊക്കെ കാണിച്ച് ഇതാ ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത്തിരി നേരമൊക്കെ ഇറങ്ങി നടന്നു. ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചു, പിന്നെ ഐസ്ക്രീം അവിടെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിതാ ഗേറ്റ് അവിടെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളങ്ങോട്ട് കടത്തി വിട്ട് ഞങ്ങളിവിടെ താഴെ എത്തി. ഇനി ഉള്ളിലേക്ക് കിടക്കണം ഞങ്ങൾ. അവിടെ സൂര്യൻ ഉദിച്ചിരിക്കണുണ്ടോ, അങ്ങനെ ആ വശത്തേക്ക് നോക്കാൻ പോലും വയ്യ. അപ്പോൾ ടൈം ആയിട്ടില്ല, ശരിക്കും 5:30 നമ്മുടെ ഗേറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് ഇറക്കി വിട്ടു എന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ സോഫയമൊക്കെ ദേ വന്നിരുന്ന് 2 പേരും
ഫോട്ടോ വീഡിയോ ഒക്കെ നടക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്ത് ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾക്കിതാ ബോട്ടിങ്ങിനൊക്കെ കടക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കണം കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി. പിന്നെ അവിടെയും കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ കണ്ട് പിന്നെ അവിടെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കയറണം. കാരണം ഏറ്റവും ടോപ്പിൽ കയറണമെങ്കിൽ നമുക്ക് നല്ല പോലെ കാണാൻ പറ്റും. ഉള്ളിൽ നിന്ന് വിസിബിൾ ആണെങ്കിലും അതിലും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ കയറിയ എന്താ പറയുക, ടെറസ് പോലത്തെ ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങനെ നിന്ന് നമുക്ക് നല്ല പോലെ കാണാൻ പറ്റും. നല്ല വ്യൂ ആണ് അവിടെ നിന്ന്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലം. ഇവിടുന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ട് തിരമാലകളൊക്കെ ഇങ്ങനെ മുകളിൽ താഴെ വരുന്നത് കാണാൻ നല്ല രസമല്ലേ. വെള്ളത്തിൻ്റെ ആ ഒരു എരമ്പൽ ഒച്ചയും അവിടേക്കൊക്കെ വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്ന സ്പീഡ് ബോട്ട് തന്നെ എനിക്ക് പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ അതാ ഏറ്റവും ടോപ്പിലെത്തും. അപ്പോൾ ഇവിടുന്ന് കാണാം. ഇവിടെ അതേ ചെയർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് ഭംഗി ആസ്വദിക്കാം. ഞങ്ങൾ മുകളിൽ കയറി ചെന്നപ്പോൾ മുകളിൽ വേറെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെയായിരുന്നു ആദ്യത്തെ ആൾക്കാർ കേട്ടോ മുകളിലേക്ക് എത്താനായിട്ട്. പക്ഷെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളവരവിടേക്ക് കയറ്റുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൂര്യാസ്തമയമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ വെള്ളവും ആ കളറും ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൂടെ ഇത്തിരി നേരം കൂടെ ഞങ്ങളോട് ചെന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊക്കെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് തുടങ്ങി. അപ്പോൾ നല്ല സൂപ്പർ വ്യൂ കേട്ടോ. അതിനിടയ്ക്ക് നമുക്കിങ്ങനെ കാണാം സ്പീഡ് ബോട്ടുകളൊക്കെ പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം നിന്നു. സമയമൊന്നും പോയത് അറിഞ്ഞില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോഫി ഇതാ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 4 പേർക്ക് കോഫിയും പിന്നെ അഞ്ജുവിന് ഷെയ്ക്കും കേട്ടോ, ചോക്ലേറ്റ് ഷെയ്ക്കും ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ടൈമിന് ഒരു 10 മിനിറ്റൊക്കെ എടുത്തു എന്ന് പറയാം. അപ്പോഴേക്കും അവരത് റെഡിയാക്കി അവരത് കൊണ്ടുവന്ന് നല്ല അടിപൊളി കോഫി ആയിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കുത്തിരുന്ന് കോഫിയൊക്കെ കുടിക്കുക. അഞ്ചു ആണെങ്കിൽ അഞ്ചിൻ്റെ മിൽക്ക് ഷേക്കും അഞ്ചിൻ്റെ ചോക്ലേറ്റ് ഷേക്കും അതും കുടിക്കായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു എന്ന് അഞ്ചും പറഞ്ഞത്. ഞങ്ങളുടെ കോഫിയൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അഞ്ചിൻ്റെ വന്നത്, ഒരുമിച്ച് വന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് എൻജോയ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ മാറി മാറി പല പോസ്റ്ററിൽ നിന്ന് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഇതാ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ശരിക്കും അവർക്കും നല്ല ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായി. ഞങ്ങൾ സെക്കൻഡ് ടൈം പോകുന്നതായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. ഒരുവിധ ആൾക്കാരൊക്കെ അപ്പോഴേക്കും എത്തി. അങ്ങനെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബോട്ടിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു കുറച്ച് നേരം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ദൂരം പോയായിരുന്നു ബോട്ടിൽ. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മളിതാ ടൈമിന് ഇപ്പുറത്തവർ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് നമ്മളെ. അപ്പോൾ അങ്ങനെ ബോട്ട് യാത്ര ശരിക്കും പറഞ്ഞാൽ നന്നായി എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ തന്നെയായിട്ട് ജസ്റ്റ് അതിൻ്റെ കൗണ്ടറിൻ്റെ ഒക്കെ അടുത്തൊക്കെ തന്നെയായിട്ട് പാട്ട് പാടാൻ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ പെൺകൊച്ചിൻ്റെ പാട്ടൊക്കെ ഒന്ന് ആസ്വദിച്ചു. അപ്പോൾ അഞ്ജുവിനെ കണ്ടപ്പോൾ അഞ്ജുവിന് വേണ്ടി പാട്ട് പാടാൻ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അഞ്ജുവിന് വേണ്ടി ഒരു പാട്ട് പാടി. അതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തരുടെ പേരൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞ് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കേട്ടു. അതിനുശേഷം പിന്നെ ഞങ്ങളിതേ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഞാൻ ആ പെൺകുട്ടി പാട്ട് പാടുന്നതിൻ്റെ ഒരു കുറച്ച് നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടോ. So this song is dedicated to Anjali, my favorite song.
പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ അഞ്ജുവിൻ്റെ കൂടെ നിന്ന് സെൽഫിയും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ, ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളും കൂടെ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.